കേസിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. സർക്കാർ കോടതിയുടെ പ്രതിച്ഛായ തകർത്തുന്നുവെന്ന് കോടതി പറഞ്ഞു. ഒരു കോടതിയുടെ ഉത്തരവ് നടപ്പാക്കുന്നതിനു മുൻപേ പ്രതികളെ മറ്റൊരു കോടതിയിൽ ഹാജരാക്കുന്നുവെന്നാണ് ഹൈക്കോടതിയുടെ വിമർശനം. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും അനിൽ കാരാമൽ ചേരുന്നു. അനിൽ, രൂക്ഷ വിമർശനമാണ് സർക്കാരിനെതിരെ കോടതി ഉയർത്തിയിരിക്കുന്നത്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് കോടതി പറഞ്ഞത്? ജിൽസി, ഇതാദ്യമായാണ് സോളാർ കേസിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് സർക്കാരിനെതിരെ രൂക്ഷമായ ഭാഷയിൽ ഒരു വിമർശനം ഉണ്ടാകുന്നത്. ഇന്ന് രണ്ട് കേസുകളിലുമായി ബന്ധപ്പെട്ടാണ് സർക്കാരിനെതിരെ വിമർശനം ഉണ്ടായത്. ഒന്ന്, വ്യവസായിയായ MK കുരുവിള നൽകിയ പരാതിയിൽ മുഖ്യമന്ത്രിക്കെതിരെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് പരാമർശമുണ്ടായിരിക്കുന്നു. തനിക്കെതിരെയുള്ള കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് MK കുരുവിള ഒരു ഹർജി നൽകിയിരുന്നു. ഈ ഹർജിയിൽ മുഖ്യമന്ത്രിയുടെ പങ്ക് അന്വേഷിച്ചുവോ എന്ന് കോടതി ചോദിച്ചു. കാരണം ഈ പരാതിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയുടെ ബന്ധുക്കളുടെയും പേരുകൾ പരാമർശിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ ഏതെങ്കിലും തരത്തിൽ അന്വേഷണം നടന്നിട്ടുണ്ടോ എങ്കിൽ അത് വ്യക്തമാക്കണം എന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. എന്നാൽ സർക്കാർ ഇക്കാര്യത്തിൽ വ്യക്തമായ ഒരു മറുപടി നൽകിയിട്ടില്ല. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ഒരു ചോദ്യത്തിനു കൂടി സർക്കാർ ഉത്തരം പറയേണ്ടി വരും. മറ്റൊന്ന്, സോളാർ കേസിൽ ശാലു മേനോന്റെ ജാമ്യ ഹർജി ഹൈക്കോടതി പരിഗണിച്ചിരുന്നു. ഈ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോഴാണ് സോളാർ കേസിൽ പൊതുവായ ചില വിമർശനങ്ങൾ കോടതി ഉന്നയിച്ചത്. കാരണം സരിത എസ് നായരുടെ മൊഴി രേഖപ്പെടുത്താൻ സർക്കാർ തടസ്സം നിൽക്കുന്നു, അതിനുള്ള അവസരം നിഷേധിച്ചു എന്ന് കോടതി പറഞ്ഞു. കഴിഞ്ഞ ദിവസം അഡീഷണൽ CJM കോടതി സരിത എസ് നായരുടെ മൊഴി രേഖപ്പെടുത്താൻ നിർദ്ദേശം നൽകിയിരുന്നു. പത്തനംതിട്ട ജയിലിലെത്തി മൊഴി രേഖപ്പെടുത്താനായിരുന്നു അനുമതി നൽകിയിരുന്നത്. എന്നാൽ പത്തനംതിട്ട ജില്ലാ ജയിലിലെത്തി ഫിനി ബാലകൃഷ്ണൻ, അതായത് സരിത എസ് നായരുടെ അഭിഭാഷകൻ, മൊഴി രേഖപ്പെടുത്തുന്നതിന് തൊട്ടു മുമ്പായി മറ്റൊരു കേസിൽ അന്വേഷണ സംഘം സരിത എസ് നായരെ കസ്റ്റഡിയിൽ വാങ്ങുകയും മറ്റൊരു കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. ഇതാണ് കോടതി വളരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത്. കാരണം സർക്കാരിന് ഇക്കാര്യത്തിൽ എന്തൊക്കെയോ മറയ്ക്കാനുണ്ട്. എന്തുകൊണ്ടാണ് സർക്കാർ സരിത എസ് നായരുടെ മൊഴി രേഖപ്പെടുത്തുന്നതിന് തടസ്സം നിൽക്കുന്നത് എന്നും കോടതി ചോദിച്ചു. മറ്റു ചില ചോദ്യങ്ങളും കോടതി ഉന്നയിച്ചു. ഈ സർക്കാർ ഹൈക്കോടതിയുടെ കോടതി ഉത്തരവുകളെ സർക്കാർ പ്രഹസനമാക്കുകയാണ്. പോലീസിൻ്റെ ഇത്തരം നടപടികൾ നാണക്കേടുണ്ടാക്കുന്നതാണ്. മറ്റൊന്ന്, ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ തട്ടിപ്പിലൂടെ കോടികൾ തട്ടിയെടുത്തു എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും ഈ പണം കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ, ഈ പണം എവിടെ പോയി തുടങ്ങിയതിനെക്കുറിച്ച് അന്വേഷണം നടത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യങ്ങളും കോടതി ചോദിച്ചു. എന്തായാലും ആദ്യമായാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഇത്ര രൂക്ഷമായ ഒരു വിമർശനം സർക്കാരിനെതിരെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ വിമർശനങ്ങളുമായി പ്രതിപക്ഷം രംഗത്തെത്തുമ്പോഴെല്ലാം പ്രധാനമായും പറഞ്ഞിരുന്നത് സർക്കാർ നിയമത്തിൻ്റെ വഴിക്കാണ് പോകുന്നത്, നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ. എന്നാൽ ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു വിമർശനം ഉണ്ടായ സാഹചര്യത്തിൽ ഇനി പ്രതിപക്ഷത്തിൻ്റെ ആക്രമണത്തെ നേരിടാൻ സർക്കാരിന് ഏറെ ബുദ്ധിമുട്ടേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. ജിൽസി, അനിൽ, വിമർശനത്തിന്റെ പശ്ചാത്തലത്തിൽ കോടതി സർക്കാരിനോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ടോ? ഇക്കാര്യത്തിൽ DGP ആണ് ഇന്ന് കോടതിയിൽ ഹാജരായിരുന്നത്. DGPയോട് ഇക്കാര്യത്തിൽ വ്യക്തമായ ഒരു വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തുടർന്ന് വിശദീകരണം നൽകാൻ ഒരു ദിവസത്തെ സമയം കോടതി ചോദിച്ചു. ശാലു മേനോന്റെ ജാമ്യ ഹർജി പരിഗണിക്കുന്നതിനോടൊപ്പം തന്നെ DGP ഇക്കാര്യത്തിൽ വിശദീകരണം നൽകും. മറ്റൊന്ന്, ADGPയെ ആവശ്യമെങ്കിൽ കോടതി വിളിച്ചു വരുത്തി വിശദീകരണം തേടുമെന്നും കോടതി അറിയിച്ചു. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചന ADGP നാളെ തന്നെ ഹൈക്കോടതിയിൽ ഹാജരായി ഇക്കാര്യത്തിൽ വിശദീകരണം നൽകുമെന്ന് തന്നെയാണ്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ചില ചോദ്യങ്ങൾ ഉണ്ടായി, അന്വേഷണവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ കൂടി കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. എത്ര കേസുകളാണ് ഇക്കാര്യത്തിൽ അന്വേഷിക്കുന്നത്, ഈ അന്വേഷണത്തിൽ ഒരു ഏകോപനമുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. 50ഓളം കേസുകളാണ് അന്വേഷണം നടത്തുന്നതെന്ന് സർക്കാർ അറിയിച്ചു. പല കേസുകളും ഇതുമായി ബന്ധപ്പെട്ട മറ്റു പല കേസുകളാണെന്നും സർക്കാർ അറിയിച്ചു. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ ADGP സർക്കാരിൻ്റെ നിലപാട് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ADGP ഒരുപക്ഷെ നാളെ തന്നെ കോടതിയിൽ എത്തി വിശദീകരണം നൽകിയേക്കും. DGPയുടെ വിശദീകരണവും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. എന്തായാലും സർക്കാരിന് വ്യക്തമായ രീതിയിൽ തന്നെ ഇക്കാര്യത്തിൽ ഒരു മറുപടി കോടതിയുടെ മുമ്പിൽ ഉന്നയിക്കേണ്ട ഒരു സാഹചര്യമാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ജിൽസി, സോളാർ കേസിൽ ഹൈക്കോടതി സർക്കാരിനെതിരെ രൂക്ഷ പരാമർശങ്ങൾ നടത്തിയിരിക്കുകയാണ്. വിശദാംശങ്ങളാണ് അനിൽ കാരാമൽ കൊച്ചിയിൽ നിന്ന് നൽകിയത്. ഹൈക്കോടതി പരാമർശത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ആവശ്യപ്പെട്ടു. തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സോളാർ തട്ടിപ്പ് കേസിൽ സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഹൈക്കോടതി ഉന്നയിച്ച സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരാൻ അവകാശമില്ലാതായിരിക്കുന്നു. ഇന്നു തന്നെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണം. സർക്കാരിനെതിരായ ഹൈക്കോടതി പരാമർശത്തെക്കുറിച്ച് പഠിച്ച ശേഷം പ്രതികരിക്കാമെന്ന് KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല. പരാമർശത്തിന്റെ വിശദാംശങ്ങൾ ലഭിച്ചിട്ടില്ലെന്നും ചെന്നിത്തല കൊല്ലത്ത് പറഞ്ഞു.
സോളാർ കേസിലെ ഹൈക്കോടതി വിമർശനം സർക്കാരിനും മുഖ്യമന്ത്രിക്കും വൻ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സർക്കാരിന്റെ രാജിക്ക് വേണ്ടിയുള്ള പ്രതിപക്ഷ മുറവിളയ്ക്ക് ശക്തി പകരുന്നതാണ് കോടതി പരാമർശങ്ങൾ. കോടതി പരാമർശത്തോടെ UDF പ്രതിരോധത്തിലായിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും വികാസ് മൂത്തേടത്തിൽ ചേരുന്നു. വികാസ്, ഹൈക്കോടതിയുടെ പരാമർശം സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു. എന്തായിരിക്കും ഇനിയുള്ള നടപടികൾ? ജിൽസി, ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് ഏറെ നിർണായകമായ മണിക്കൂറിലാണ് കടന്നുപോകുന്നത്. ഇന്ന് രാവിലെ നടക്കേണ്ട സ്പെഷ്യൽ ക്യാബിനറ്റ് പോലും ഹൈക്കോടതി നിരീക്ഷണത്തിന്റെ അല്ലെങ്കിൽ പരാമർശത്തിന്റെ ഭാഗമായിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ്. ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് ഒരു മാധ്യമ പ്രവർത്തകരെയും കടത്തുന്നില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മുന്നിലും മുഖ്യമന്ത്രിയുടെ താമസ സ്ഥലത്തും വൻ മാധ്യമപ്പട തമ്പടിച്ചിരിക്കുകയാണ്. ഇന്ന് VS അച്യുതാനന്ദൻ നടത്തിയ പത്രസമ്മേളനം തന്നെ LDFന്റെ ഇത് സംബന്ധിച്ചുള്ള ശുഭാപ്തി വിശ്വാസം നേരിട്ട് കാണിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ ശരീരഭാഷ വളരെ സന്തോഷവാനായിട്ടാണ് ഇന്ന് VSനെ കാണപ്പെട്ടത്. അതുപോലെ തന്നെ ഇന്ന് ഉച്ചയ്ക്ക് 2:30 പിണറായി വിജയനും പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ട്. കുറച്ചു നേരത്തെ കോടിയേരി ബാലകൃഷ്ണൻ DYFI രാപ്പുകൾ തമ്മിൽ ഉദ്ഘാടനം ചെയ്യുമ്പോൾ പറഞ്ഞത് മുഖ്യമന്ത്രി ഇനി നാളെ രാജിവെക്കുമെന്നാണ്. എന്നാൽ മിക്കവാറും രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന ഒരു വലിയൊരു മാറ്റത്തിനാണ് ഇന്ന് മിക്കവാറും തലസ്ഥാനമായി സാക്ഷ്യം വഹിക്കുക എന്ന് തോന്നുന്നു. കാരണം UDFന്റെയും LDFന്റെയും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം മുഖ്യമന്ത്രി മുന്നിൽ രാജിയല്ലാതെ മറ്റൊരു പോംവഴിയില്ല എന്ന നിഗമനത്തിലെത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി അടുപ്പമുള്ളവരാരും ഫോൺ എടുക്കുന്നില്ല. എന്നാൽ UDFിലെ ചില പ്രധാന നേതാക്കൾ പറഞ്ഞ് മുഖ്യമന്ത്രി അവസാന പണികളിലാണ്, വർക്കുകൾ തീർത്ത് ഇന്ന് വൈകുന്നേരത്തോടെ രാജിവെക്കും. അതിനു മുമ്പ് ഒരു സ്പെഷ്യൽ ക്യാബിനറ്റും ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതും ചിലപ്പോൾ ഉച്ച കഴിഞ്ഞാൽ ഉണ്ടാകും. ആ ക്യാബിനറ്റ് ബ്രീഫിംഗോടുകൂടി മുഖ്യമന്ത്രി സന്നദ്ധത അറിയിക്കും അല്ലെങ്കിൽ രാജിവെച്ചേക്കും എന്നൊരു സൂചനയുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ LDFിലെ UDFിലെ നേതാക്കളിൽ നിന്ന് LDF ഉച്ചയ്ക്ക് യോഗം ചേരുന്നുണ്ട്, UDF യോഗം ചേരുന്നുണ്ട്. ഇത് കഴിഞ്ഞ് 3 മണിയോട് കൂടി മുഖ്യമന്ത്രി പത്രക്കാരെ കാണുമെന്ന സൂചനയുമുണ്ട്. അതുവരെ അദ്ദേഹം ഒരാൾക്കും